ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുള്ള മറുപടിയാണ്. ഒരുപക്ഷെ ഒരുപാട് ആളുകളെ ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ഒരിക്കൽ റിലേഷൻഷിപ്പിലായിരുന്ന ഒരു വ്യക്തിയുമായിട്ട് വീണ്ടും ഫ്രണ്ട്ഷിപ്പ് പോസിബിൾ ആണോ എന്നുള്ളത്. ഇതിന്റെ മറുപടി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം ഇത് ഡിപ്പെൻസ് ആണ്. എന്നിരുന്നാൽ നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് പോസിബിൾ ആണ് എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു സൈന്, അതായത് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരിക്കൽ ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ വ്യക്തിയുമായിട്ട് വീണ്ടും ഫ്രണ്ട്ഷിപ്പ് പോസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവരെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മിസ്സായി എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ഫീൽ ആവുന്നത്. അതായത് ആ ഒരു വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന, നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ഞാൻ വളരെ റൊമാൻറ്റിക്കലി ആയിരുന്നു, ആ ഒരു ഫീലിങ്സ് അല്ല നിങ്ങൾക്ക് മിസ്സാവുന്നത്. പകരം ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുമായിട്ട് എനിക്ക് നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, ഒട്ടും ജഡ്ജ്മെന്റ് ഇല്ലാതെ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്ന ഒരു കാര്യം അങ്ങനെ ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് മിസ് ചെയ്യുന്നത്. അതല്ലാതെ ആ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ റൊമാൻറ്റിക്കലി ആണ് എനിക്ക് മിസ്സാവുന്നത്, അങ്ങനെ തോന്നാതെ ഫ്രണ്ട്ഷിപ്പാണ് മിസ്സാവുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഫ്രണ്ട്ഷിപ്പാണ് വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു തോന്നലാണ് എന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സൈനാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് വീണ്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ. പക്ഷെ ഈ ഒരു പോയിന്റ് വെച്ച് മാത്രമല്ല, ഇനിയുള്ള പോയിന്റുകൾ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന പോയിന്റുകൾ മുഴുവൻ നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ആവുന്നത് എന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ഒരിക്കൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് പോസിബിൾ ആവുന്നത്. അപ്പൊ രണ്ടാമത്തെ സൈൻ എന്താണെന്നുള്ളത് നോക്കാം. രണ്ടാമത്തെ സൈൻ, നിങ്ങൾ അവരെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റൊമാൻറ്റിക്കലി ഒന്നുമല്ല ഓരോ ഇമാജിനേഷൻസ് പോകുന്നത്, പകരം നോർമലി ഉള്ള ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ തന്നെയാണെന്ന് വിചാരിക്കാം. ഇതെങ്ങനെയാന്നുള്ളത് ഒരു സംശയം ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് പണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ആ ഒരു മെമ്മറീസ് മാത്രമാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ അല്ല. കാരണം നിങ്ങൾ സ്റ്റിൽ അതിൽ നിന്നും ഓവർകം ആയിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ മനസ്സിലാക്കാം. നേരെ മറിച്ച് ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള റൊമാൻറ്റിക്കലി ഉള്ള ഇമേജസ് ഒന്നും പോവാതെ ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ അറിയാവുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈന്. മൂന്നാമത്തെ കാര്യം, നമുക്കൊരു വ്യക്തിയെ നമ്മുടെ ഫ്രണ്ട് ആക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും പരസ്പരം നമുക്കൊരു വിദ്വേഷമോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ ഒന്നും പാടില്ല, അല്ലെ? അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ ഒരു സൈന്. അതായത് അവരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നോ മ്യൂച്വലി നിങ്ങൾക്ക് പരസ്പരം ഫോർഗീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് മൂന്നാമത്തെ ഒരു സൈന്. നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, അതായത് ഇന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും, അതായത് വേറൊരു വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അവരുടെ അപ്ഡേഷൻ എന്താണ്, അല്ലെങ്കിൽ അവർ ഹാപ്പി ആണോ അല്ലേ എന്നുള്ളതൊക്കെ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അതായത് അവരുടെ അപ്ഡേഷൻ എന്താണ്, അവരെങ്ങനെ ഇരിക്കുന്നു, ചിലപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ അവരുടെ സുഹൃത്തുക്കളോട് ചോദിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ഇത്തരത്തിലുള്ള യാതൊരു ഫീലിങ്സും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ പ്രവൃത്തിയും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ അവരെ കണ്ടു, ചിലപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരിക്കാം. നിങ്ങൾ അവരെ കണ്ടു, അവരോട് സംസാരിച്ചു, പിന്നീട് നിങ്ങൾ അവരെ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്, എങ്ങനെ ഇരിക്കുന്നു, ഇതൊന്നും അവരുടെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ ബോധേഡായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അതൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീണ്ടും ഒരു ഫ്രണ്ടായിട്ടിരിക്കാൻ സാധിക്കും എന്നതിൻ്റെ ഒരു സൈനാണ്. നേരെ മറിച്ച് നിങ്ങൾ വീണ്ടും അവരെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പഴയ മെമ്മറീസിൽ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിലാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സ്റ്റോക്കിങ്ങും കാര്യങ്ങളൊക്കെ വരാറ്.
അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങൾ അവരെ മീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്ന് വിചാരിക്കുക. അതിനുശേഷവും അവരെ കുറിച്ച് തന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴി ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള സൈന്. സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഫൈനലി ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനു ശേഷം, അത് നിങ്ങളൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം ഇനഫ് ടൈം എടുത്തിട്ടുണ്ടായിരിക്കും രണ്ടുപേരും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഫീലിങ്സിൽ നിന്നും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഒക്കെ മൂവ് ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും വിത്തൗട്ട് അല്ലെങ്കിൽ ആ ഒരു ഈ വ്യക്തി ഇല്ലാതെ ഇവർക്കും അല്ലെങ്കിൽ ഈ വ്യക്തി ഇല്ലാതെ ഇവർക്കും രണ്ട് സൈഡും ഓക്കെ ആയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് മെന്റലി അവർ വളരെയധികം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ആ ഒരു പെർട്ടിക്കുലർ വിത്തൗട്ട് ദാറ്റ് പേഴ്സൺ ഐ ക്യാൻ ലിവ് മൈ ലൈഫ്, അല്ലെങ്കിൽ എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഹാപ്പിനെസ് എന്നിൽ തന്നെ കണ്ടെത്താൻ സാധിച്ചു, അത്തരത്തിലുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലോ ഒന്നും സ്റ്റിക്ക് ഓൺ ചെയ്യാതെ അല്ലെങ്കിൽ അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കാതെ സ്വന്തം ലൈഫ് അതിൻ്റെ ഗ്രോത്ത് കണ്ടെത്തി അതെങ്ങനെയൊക്കെ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും എങ്ങനെയൊക്കെ ഫുൾഫിൽ ചെയ്യാം, അവനവൻ്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ് അത്തരത്തിലുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈന്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈനാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേജാണ്. കാരണം ഒരിക്കൽ നമ്മൾ റിലേഷൻഷിപ്പിലായിരുന്ന അല്ലെങ്കിൽ ഒരിക്കൽ നിങ്ങൾ പ്രണയിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് പോസിബിൾ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് തീർച്ചയായും ഇത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ ഈ സയൻസ് നിങ്ങളോട് തന്നെ ചോദിക്കുക. അതായത് ഇങ്ങനെ ഒരു സംശയം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണോ എൻ്റെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയെ കാണുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണോ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ മൈൻഡിലുള്ള ഫീലിങ്സുകൾ ഇതൊക്കെയാണോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് നമ്മളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് സയൻസ്. ഈ സയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് വീണ്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് പോസിബിൾ ആണ്. അതല്ലാത്ത കേസിൽ ഒരുപക്ഷെ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അത് സ്റ്റിൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. സോ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്